എന്നേക്കും. ആമേൻ. കർത്താവേ മമ രാജാവേ, പാടും നിൻ പുകഴെന്നും ഞാൻ. സകലേശാ നിൻ തിരുനാമം വാഴ്ത്തിയിടും ഞാൻ അനവരതം. കർത്താവേ നിൻ സ്തുതി പാടും, അനുദിനം അങ്ങയെ വാഴ്ത്തും ഞാൻ. നാഥൻ മഹിമ നിറഞ്ഞവനും പാരം സ്തുത്യനുമെന്നെന്നും. അനവധ്യൻ മമ നാഥാ നിൻ മഹിമയ്ക്കളവില്ലറിവു ഞാൻ. തലമുറ തലമുറയോടെന്നും പ്രവചനങ്ങൾ വിവരിക്കും. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതും എന്നാൽ ഹൃദയത്തിൽ പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞു കുടിച്ചൂടി നിൽക്കുന്ന സഭയെ ഞങ്ങളങ്ങേ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് സകലത്തിന്റെയും നാഥനും കർത്താവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ എന്നേക്കും. ആമേൻ. സർവാധിപനാം കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. ഈശോനാഥാ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാം ഉദ്ധാരം നീ അരുളുന്നു. അക്ഷയമവരുടെ ആത്മാവിൽ ഉത്തമരക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എന്റെ കർത്താവേ, സത്യമായും നീ സത്യങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും ഹൃദയവും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥാ എന്നേക്കും. ആമേൻ. ശബ്ദമുയർത്തൂ, പാടിടുവിൻ, സർവ്വരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവേശാ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, കാരുണ്യം നീ ചൊരിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സുത്യർഹനും ബലവാനും അമർത്യനുമായ കർത്താവ് അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ എന്നേക്കും. ആമേൻ. സഹോദരരെ, നിങ്ങളെ ശ്രദ്ധയോടെ ശ്രമിക്കുകയും ലേവ്യരുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന അധ്യായം 25 8 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ കർത്താവെ ആശീർവദിക്കണമേ. ദൈവം സഹോദരിയെ അനുഗ്രഹിക്കട്ടെ. വർഷങ്ങളുടെ 7 സാപത്തുകൾ എണ്ണുക. 7 പ്രാവശ്യം 7 വർഷങ്ങൾ. വർഷങ്ങളുടെ 7 സാപത്തുകളുടെ ദൈർഘ്യം 49 വർഷങ്ങൾ. 7-ാം മാസം 10-ാം ദിവസം നിങ്ങൾ എല്ലായിടത്തും കാഹളം മുഴക്കണം. പാപപരിഹാര ദിനമായ അന്ന് ദേശം മുഴുവൻ കാഹളം മുഴക്കണം. 50-ാം വർഷത്തെ നീ വിശദീകരിക്കണം. ദേശവാസികൾക്കെല്ലാം സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കണം. അത് നിങ്ങൾക്ക് ജൂബിലി വർഷമായിരിക്കണം. ഓരോരുത്തർക്കും തങ്ങളുടെ സ്വത്ത് തിരികെ ലഭിക്കണം. ഓരോരുത്തരും തങ്ങളുടെ കുടുംബത്തിലേക്ക് മടങ്ങിപ്പോകട്ടെ. 50-ാം വർഷം നിങ്ങൾക്ക് ജൂബിലി വർഷമായിരിക്കണം. ആ വർഷം വിതയ്ക്കുകയോ ഭൂമിയിൽ താനെ വളർന്നവ കൊയ്യുകയോ മുറിക്കാത്ത മുന്തിരിവള്ളികളിൽ ഫലങ്ങൾ ശേഖരിക്കുകയോ അരുത്. എന്തെന്നാൽ അത് ജൂബിലി വർഷമാണ്. അത് നിങ്ങൾക്ക് വിശുദ്ധമായിരിക്കണം. വയലിൽ നിന്ന് കിട്ടുന്നവ മാത്രം നിങ്ങൾക്ക് ഭക്ഷിക്കാം. ജൂബിലിയുടെ ഈ വർഷത്തിൽ ഓരോരുത്തരും തങ്ങളുടെ അവകാശ സ്ഥലത്തേക്ക് തിരികെ പോകണം. നിന്റെ അയൽക്കാരനെ എന്തെങ്കിലും വിൽക്കുകയോ
വാങ്ങുകയോ ചെയ്യുമ്പോൾ നിങ്ങൾ പരസ്പരം ഞെരുക്കരുത്. അടുത്ത ജൂബിലി വരെയുള്ള വർഷങ്ങളുടെ കണക്കനുസരിച്ച് അയൽക്കാരിൽ നിന്ന് നീ വാങ്ങണം. വിളവിന്റെ വർഷങ്ങളുടെ കണക്കനുസരിച്ച് അവൻ നിനക്ക് വിൽക്കട്ടെ. വർഷങ്ങൾ കൂടിയിരുന്നാൽ വില വർദ്ധിപ്പിക്കണം, കുറഞ്ഞിരുന്നാൽ വില കുറയ്ക്കണം. എന്തെന്നാൽ വിളവിന്റെ വർഷങ്ങളുടെ എണ്ണമനുസരിച്ചാണ് അവൻ നിനക്ക് വിൽക്കുന്നത്. നിങ്ങൾ പരസ്പരം നിൽക്കരുത്, ദൈവത്തെ ഭയപ്പെടണം. ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ്. അമ്പരമനവരതം ദൈവമഹത്വത്തെ വാഴ്ത്തിപ്പാടുന്നു. ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ ധന്യൻ തോമാസ് ലീഹാതൻ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കാനും ഗ്രഹിക്കാനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയാനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കാനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. സഹോദരരെ, വിശുദ്ധ പൗലോസ് കൊറിന്ത്യർക്കാർക്ക് എഴുതിയ രണ്ടാം ലേഖനം അധ്യായം 4 7 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. കർത്താവേ, മിശിഹാ സഹോദരിയെ അനുഗ്രഹിക്കട്ടെ. എന്നാൽ പരമമായ ശക്തി ദൈവത്തിൻ്റെതാണ്, ഞങ്ങളുടേതല്ല. എന്ന് വെളിപ്പെടുത്തുന്നതിനെ ഈ നീതി മൺപാത്രങ്ങളിലാണ് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത്. ഞങ്ങൾ എല്ലാവിധത്തിലും പെരുക്കപ്പെടുന്നു, എങ്കിലും തകർക്കപ്പെടുന്നില്ല. വിഷമിക്കപ്പെടുന്നു, എങ്കിലും ഭഗ്നരാശമാകുന്നില്ല. പീഡിപ്പിക്കപ്പെടുന്നു, എങ്കിലും പരിത്യരാകുന്നില്ല. അടിച്ചു വീഴ്ത്തപ്പെടുന്നു, എങ്കിലും നശിക്കപ്പെടുന്നില്ല. യേശുവിൻ്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ വിഷമാകുകയും അവിടുത്തെ മരണം ഞങ്ങൾ എല്ലായ്പ്പോഴും ശരീരത്തിൽ സംഭവിക്കുന്നു. ഞങ്ങളുടെ മറ്റേ ശരീരത്തിൽ യേശുവിൻ്റെ ജീവൻ പ്രത്യക്ഷമാകേണ്ടതിനെ ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ യേശുവിനെ പ്രതി സദാ മരണത്തിനെ ഏൽപ്പിക്കപ്പെടുന്നു. തന്നിമിത്തം ഞങ്ങളിൽ മരണവും നിങ്ങളിൽ ജീവനും പ്രവർത്തിക്കുന്നു. ഞാൻ വിശ്വസിച്ചു, അതിനാൽ ഞാൻ സംസാരിച്ചു എന്ന് എഴുതിയവരുടെ വിശ്വാസ ചൈതന്യം തന്നെ ഞങ്ങൾ തുടർന്നുകൊണ്ട് ഞങ്ങൾ വിശ്വസിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നു. കർത്താവായ യേശുവിനെ ഉയർപ്പിച്ചവൻ യേശുവിനോടുകൂടെ ഞങ്ങളെയും ഉയർപ്പിക്കുമെന്നും നിങ്ങളോടൊപ്പം അവിടുത്തെ സന്നിധിയിൽ കൊണ്ടുവരുമെന്നും ഞങ്ങൾ അറിയുന്നു. ഇതെല്ലാം നിങ്ങൾക്ക് വേണ്ടിയാണ്. അങ്ങനെ കൂടുതൽ കൂടുതൽ ആളുകളിൽ കൃപ സമൃദ്ധമാക്കുന്നത് വഴി ദൈവമഹത്വത്തിന് കൂടുതൽ കൃതജ്ഞത അർപ്പിക്കപ്പെടുന്നു. സമാധാനം നിങ്ങളോടുകൂടി. വിശുദ്ധ മാർക്കോസ് അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. 3-ാം അധ്യായം 13 മുതലുള്ള തിരുവചനങ്ങൾ. പിന്നെ അവൻ മലമുകളിലേക്ക് കയറി തനിക്ക് ഇഷ്ടമുള്ളവരെ അടുത്തേക്ക് വിളിച്ചു. അവർ അവന്റെ സമീപത്തേക്ക് ചെന്നു. തന്നോടുകൂടി ആയിരിക്കുവാനും പ്രസംഗിക്കുവാൻ അയക്കുന്നതിനും പിശാചുകളെ ബഹിഷ്കരിക്കാനും അധികാരം നൽകുന്നതിനുമായി
അവൻ 12 പേരെ നിയോഗിച്ചു. അവൻ പത്രോസ് എന്നവൻ പേര് നൽകി സിമിയോൻ, ഇടിമുഴക്കത്തിന്റെ പുത്രന്മാർ എന്നർത്ഥമുള്ള ബോവനെർഗസ് എന്ന പേര് നൽകിയ സെബദീ പുത്രന്മാരായ യാക്കോബ്, സഹോദരൻ യോഹന്നാൻ, അന്ത്രയോസ്, ഫിലിപ്പോസ്, ബർത്തലോമിയ, മത്തായി, തോമസ്, ഹെൽപ്പയുടെ പുത്രൻ യാക്കോബ്, യൂദാ തദ്ദേവൂസ്, കാനാൻകാരനായ സിമിയോൻ, യേശുവിനെ ഒറ്റിക്കൊടുത്ത യൂദാസ് ഇസ്കറിയോത്ത. ഏറ്റവും സ്നേഹമുള്ള ജൂബിലി വിളവിലായിരിക്കുന്ന നമുക്ക് പ്രിയങ്കരനായ ചാക്കോച്ചൻ, ചാക്കോച്ചൻ പ്രിയ അമ്മച്ചി, സഹോദരങ്ങൾ, കുടുംബാംഗങ്ങൾ, സ്നേഹമുള്ള അധ്യാപകരെ, സ്നേഹമുള്ള വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ഇവരുടെ നോൺ ടീച്ചിങ് സ്റ്റാഫ്, ഇന്ന് നമുക്ക് സന്ദേശം നൽകാമെന്ന് പറഞ്ഞിരുന്നത് നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികൾ പഞ്ചായത്ത് മഠത്തിലേക്കാണ്. എമർജൻസികളുള്ള വരാൻ പറ്റില്ല അറിയിച്ചുകൊണ്ടാണ് ഞാൻ ഈ സാഹസത്തിന് മുതിരുന്നത്. അതുകൊണ്ട് അതിൻ്റെ തന്നെ ലക്ഷ്യമാർണം അതുകൊണ്ട് തുടങ്ങുകയാണ്. നമുക്ക് വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ്. മഹാജൂബിലി കുടുംബത്തിന് ഏറെ സന്തോഷമുള്ള ഒരു ദിവസം എന്ന് ഞാൻ പറയുമ്പോൾ അതിനൊരു പ്രത്യേക കാരണം കൂടിയുണ്ട്. അത് മറ്റൊന്നുമല്ല, എനിക്ക് തോന്നുന്നത് ചാക്കോച്ചൻ വീട്ടിൽ ചെലവഴിച്ചതിനേക്കാൾ കൂടുതൽ ചെലവഴിച്ചിരുന്ന സ്ഥലം ഏതെന്ന് ചോദിച്ചാൽ അതിന് മഹാജൂബിലി കുടുംബമായിരിക്കും. 2003 പഠിക്കാൻ വന്നത് മുതൽ ചാക്കോച്ചൻ ഇവിടെ ഉണ്ട്. അതിനിടയ്ക്ക് ഒരു വർഷം ഇവിടെ MD ചെയ്യാനായിട്ട് പോയതും പിന്നെ ഇടയ്ക്ക് PhD ആവശ്യത്തിന് ഇടയ്ക്ക് കിട്ടുന്നല്ലാതെ ചാക്കോച്ചൻ ഇവിടെ തന്നെയാണ്. എന്ന് പറഞ്ഞാൽ ഈ 25 വർഷത്തിൽ 2-3 വർഷം മാത്രമേ കുറവുള്ളൂ ഇവിടെ ഇല്ലാത്ത സമയമായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റുള്ളൂ. വീട്ടിൽ 15 വയസ്സ് വരെ കഴിയുമ്പോൾ 10ാം ക്ലാസ് കഴിയുമ്പോൾ ചാക്കോച്ചൻ സെമിനാരിലേക്ക് പോകുന്നതാണ്. സെമിനാരിയാണെങ്കിലും 11 വർഷം ഞങ്ങൾ മാക്സിമം ഉണ്ടാവുക. 11 10 താഴെ വരുള്ളൂ. 2 വർഷം ഏജൻസി ആയിട്ടാണ് ഞങ്ങൾ പുറത്തായിരുന്നു, സെമിനാരിക്ക് പുറത്തായിരുന്നു. അപ്പം അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ചാക്കോച്ചൻ്റെ ജീവിതത്തിൻ്റെ സിംഹഭാഗം എന്ന് പറയുന്നത് ഈ മഹാജൂബിലി കുടുംബമാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇവിടെ ഇന്ന് സന്തോഷത്തോടെ ചാക്കോച്ചൻ്റെ ജൂബിലി ആഘോഷിക്കാൻ ഒത്തുകൂടിയിരിക്കുന്നത്. ജൂബിലിയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അത് എന്താണെന്ന് ഇന്നത്തെ വായന ലേബലിന്റെ പുസ്തകം നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചു കഴിഞ്ഞു. അതൊരു കണക്കെടുപ്പിന് സമയം ശരിക്കും പറഞ്ഞാൽ. ജൂബിലി ശരിക്കും പറഞ്ഞാൽ 50 വർഷമാണ് കേട്ടോ. 7 സാമ്പത്തുകൾ കഴിയുമ്പോഴാണ് ജൂബിലി ആഘോഷിക്കുന്നത്. 7 സാമ്പത്തിക വർഷം എന്ന് പറഞ്ഞാൽ 7 49 വർഷം കഴിഞ്ഞ് 50ാം വർഷമാണ് ജൂബിലി ആഘോഷിക്കുന്നത്. പിന്നെ ഞാൻ ചിലപ്പോഴൊക്കെ പറയും, എന്തുകൊണ്ട് 25 ജൂബിലിയായിട്ട് ആഘോഷിക്കാൻ തുടങ്ങി ചോദിച്ചാൽ പ്രത്യേകിച്ച് സമർപ്പിത സമൂഹങ്ങളിലാണ് ഇത് തുടങ്ങിയത്. പിന്നീടാണ് വിവാഹത്തിൻ്റെ ഒക്കെ സിൽവർ ജൂബിലി ആഘോഷം പറഞ്ഞിട്ട് തുടങ്ങിയത്. എന്തുകൊണ്ട് അങ്ങനെ ചെയ്യാൻ തുടങ്ങിയെന്ന് ചോദിച്ചാൽ അതിനുള്ളൊരു കാരണം നമ്മുടെ ആയുസ്സിന്റെ ദൈർഘ്യം എത്രയും നമുക്ക് അറിയില്ല എന്നുള്ളതാണ്. അപ്പോൾ 50ന്റെ പകുതി നമ്മളന്ന് ആഘോഷിക്കാൻ തീരുമാനിച്ചു. ശരിക്കും 50 പണ്ടൊക്കെ സിസ്റ്റേഴ്സിനോട് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ സീനിയർ സിസ്റ്റേഴ്സിനോട് ചോദിച്ചാൽ അവർക്കൊക്കെ 50 വർഷത്തിൽ ജൂബിലി ഉണ്ടായിരുന്നു. അവർക്ക് 25 വർഷം ജൂബിലി ആഘോഷം ഉണ്ടായിരുന്നു. പിന്നീട് ഇങ്ങനെയുള്ള ചില കാരണങ്ങൾ നമ്മുടെ ആയുസ്സിന്റെ ദൈർഘ്യം വളരെ കുറവായതുകൊണ്ട് 50-ലൊന്നും ആരും ഉണ്ടാവില്ല. ഇപ്പോൾ ഞാൻ ജീവിച്ചിരുന്നാൽ എൻ്റെ കുടുംബത്തിൽ ആരൊക്കെ ഉണ്ടാവും? ചിലപ്പോൾ ചേട്ടൻ്റെ മക്കൾ അല്ലെങ്കിൽ അവരുടെ താഴെ തലമുറയ്ക്ക് ഞാൻ ഈ 50 ഉണ്ടാവുക. അപ്പോൾ ഒക്കെ ആഘോഷങ്ങൾക്ക് ചിലപ്പോൾ പരിധിയുണ്ടാവും. ഞാൻ ചിലപ്പോൾ പറയാറുണ്ട്. പക്ഷെ എന്നിരുന്നാൽ പോലും 25 വർഷം എന്ന് പറയുന്നത് വളരെ സുദീർഘമായിട്ടൊരു കാലയളവാണ്. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, 25 വർഷം എന്ന് പറയുന്നത് നിസ്സാര കാലയളവൊന്നുമല്ല. നമ്മൾ ഒരു പ്രത്യേക പാത തിരഞ്ഞെടുത്തിട്ട് ആ പാതയിൽ വിശ്വസ്തയോടെ തീക്ഷണതയോടെ 25 വർഷം ജീവിക്കുക എന്ന് പറയുന്നത് അത്ര നിസ്സാരമൊന്നുമല്ല. നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്, കുടുംബങ്ങളിൽ വിവാഹം കഴിഞ്ഞാൽ അവർ 25, 50, 60, 70 ഒക്കെ ആഘോഷിക്കുന്ന കുടുംബങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇന്നങ്ങനെയുണ്ടോ? ഞാൻ ഇപ്പോഴും ഓർക്കുന്ന എൻ്റെ ജർമ്മനിയിലെ ആദ്യത്തെ അനുഭവം എന്ന് പറയുന്നത് അതിനൊരു അനുഭവമാണ്. കാരണം ഞാൻ ജർമ്മനിയിൽ ചെന്നു, ലാംഗ്വേജ് ഒന്നും അങ്ങനെ ശരിയായിട്ടില്ല.
ജർമ്മൻകാരോട് ചെറുപ്പം പറയുന്ന ശീലമായിട്ട് നമ്മൾ ക്ലാസ്സിലൊക്കെ പറയുന്ന ചെറുപ്പം മാത്രമേ നമ്മൾ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ അവിടെ ചെന്ന് ആദ്യത്തെ ഞായറാഴ്ച തന്നെ ഒരു വിവാഹ ജൂബിലിയാണ്. അപ്പോൾ ജൂബിലിക്ക് കുർബാനയൊക്കെ ചൊല്ലി അവർ പറഞ്ഞതുപോലെ നമ്മൾ ഒരുങ്ങി റെഡിയാക്കി എല്ലാം ചെയ്ത് കുർബാന ചൊല്ലി അവർക്ക് ആശീർവാദം കിട്ടി. അതൊക്കെ കഴിഞ്ഞ് അവർ ഭക്ഷണത്തിന് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. വലിയ ഹോട്ടലിൽ അവർ അറേഞ്ച് ചെയ്തു. ഹോട്ടലിലെ ഒരു കൺവെൻഷൻ ഹാളിൽ അവർ അറേഞ്ച് ചെയ്തു. അവിടെ നിന്ന് എല്ലാവരും ഇങ്ങനെ ഈ ജൂബിലി റീൽസിനെ ദമ്പതികളെ പ്രകീർത്തിച്ച് പറയുമ്പോൾ അതിൽ ഒരാൾ വന്ന് പറഞ്ഞു, പരിചയപ്പെടുത്തി, ഞാൻ എൻ്റെ അപ്പച്ചനും അമ്മച്ചിയാണ് ഇരിക്കുന്നത്, ഞാനിവരുടെ 50-ാം വാർഷികം ആഘോഷിക്കുമ്പോൾ അസൂയപ്പെടുകയാണ്. കാരണം ഞാനൊക്കെ എത്ര കൊല്ലം കഴിഞ്ഞിട്ട് വേണം ഈ ജൂബിലി ആഘോഷിക്കാൻ, 50ന്റെ ജൂബിലി ആഘോഷിക്കുന്നത് അദ്ദേഹം പറയായിരുന്നു. അപ്പം എനിക്ക് അത്ഭുതമായി. കാരണം ആളെ കണ്ടാൽ തന്നെ അറിയാം, ആള് ഒരു അത്യാവശ്യം നല്ല പ്രായമുള്ള ഒരാളാണ്. ഈ 50ാം വാർഷികം ആഘോഷിക്കുന്നതിൻ്റെ മൂത്ത മകനാണ് എന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തിയതുകൊണ്ട് പ്രായമൊക്കെ ഉണ്ട്. അപ്പോൾ എന്താണ് ആളത് ഇങ്ങനെ പറയുന്നത് ഞാൻ അടുത്തിരിക്കും കപ്പേരോട്. കാരണം ഇവിടുത്തെ പോലെ തന്നെ അച്ഛന്മാരെ സഹായിക്കാൻ ആദ്യം ഉണ്ടാവും കപ്പേന്മാരെന്നാണ്. അവർക്ക് വേണ്ടി ജോലിക്കാരായിരിക്കും അല്ലേ സാധാരണ ജോലിക്കാരാണ്. പക്ഷെ നമ്മളെ ചേർത്ത് നിർത്തി കാര്യങ്ങൾ പറഞ്ഞു ആദ്യം. അപ്പം അദ്ദേഹം എന്നോട് പറഞ്ഞൊരു കാര്യം, അച്ഛാ അവൻ പറഞ്ഞതിൽ അത്ഭുതമൊന്നുമില്ല. കാരണം അവൻ ഇപ്പോൾ 4ാമത്തെ ഭാര്യ കൂടെ ജീവിക്കുന്നു. ഇത് ഏതിൻ്റെ ജൂബിലി ആഘോഷിക്കുന്നത് ആൾക്ക് ഒരു ഉറപ്പില്ല. നമ്മുടെ നാടിപ്പോൾ ഏതാണ്ട് ഗുരുകയായി തുടങ്ങി. നമ്മുടെ നാടൊക്കെ അതുപോലെ തുടങ്ങി. ജൂബിലി ആഘോഷിക്കുക എന്ന് പറയുന്നത് പഴയ തലമുറയ്ക്ക് അത് 50,000 കുഴപ്പമൊന്നുമില്ല, നമുക്ക് എളുപ്പമല്ല. തീർച്ചയായിട്ടും ചാക്കോച്ചൻ 25 വർഷം പൗരോഹിത്യ ജീവിതത്തിൽ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ അത് അഭിമാനിക്കാനുള്ള വക തന്നെയാണ് നൽകുന്നത്. എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം അഭിമാനിക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ അത് മാതാപിതാക്കൾ തന്നെയാണ്. കാരണം തൻ്റെ മകൻ ഒരു ജീവിത പന്ഥാവ് തിരഞ്ഞെടുത്തിട്ട് വിശ്വസ്തയോടെ 25 വർഷം മുന്നോട്ട് പോയി എന്ന് പറഞ്ഞാൽ അതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാരണം എന്ന് ചോദിച്ചാൽ ഈ ഇരിക്കുന്ന കുടുംബാംഗങ്ങൾ തന്നെയാണ്. ഞാൻ നോക്കുകയായിരുന്നു, എത്ര സമൃദ്ധമായിട്ടുള്ള കുടുംബമാണ് അല്ലെ. 9 മക്കളാണ്, അതിൽ 6ാമത്തെ ആളാണ് ചാക്കോച്ചൻ. അപ്പോൾ ഏതാണ്ട് നടുക്ക് വരുന്ന ഒരാളാണ്. ചേട്ടന്മാരും ചേച്ചിമാരെയും അനിയന്മാരെയും അനിയത്തിമാരെയും ഒക്കെ സ്നേഹം ആവോളം ആസ്വദിച്ച് അങ്ങനെ വളർന്നു വന്ന ചാക്കോച്ചൻ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് അഭിമാനമാണ്. ഞങ്ങളുടെ കുടുംബത്തിൽ നിന്നൊരു വൈദികനുണ്ട്. ആ വൈദികൻ ഇന്ന് 25 വർഷം പൂർത്തിയാക്കണം. ഈ വർഷം 25ാം വർഷം തൻ്റെ വൈദിക വൃത്തിയിൽ പൂർത്തിയാക്കുകയാണ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അഭിമാനിക്കാൻ ഏറെയുള്ളതാണ്. അതുപോലെ തന്നെ അഭിമാനിക്കാൻ ഏറെ വകയുള്ളതാണ് അദ്ദേഹം ഇടപെട്ടുള്ള സ്ഥലങ്ങളൊക്കെ. കാരണം അബ്രാഹത്തിന്റെ അബ്രാഹത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ട്. അബ്രാഹത്തോട് ദൈവം ചെയ്യുന്ന ഒരു വാഗ്ദാനമുണ്ട്. ആ വാഗ്ദാനം എന്താ? നിന്നെ ഞാൻ അനേക ജനതകളുടെ പിതാവാക്കും. അതോടൊപ്പം പറയുന്ന വേറൊരു വാചകം കൂടിയുണ്ട്, നീ മൂലം ജനതകൾ അനുഗ്രഹിക്കപ്പെടും. നീ മൂലം ജനതകൾ അനുഗ്രഹിക്കപ്പെടും. നമ്മളൊരു ദൈവം ഒരാളെ വിളിച്ച് മുന്നിലേക്ക് കയറ്റി നിർത്തുന്നുണ്ടെങ്കിൽ അതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, അവൻ മൂലം മറ്റുള്ളവർക്ക് അനുഗ്രഹം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടാണ്. ചാക്കോച്ചൻ എന്ന് പറയുന്ന ഈ വ്യക്തിയെ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ഏറെ വർഷങ്ങളായിട്ട് ഈ BEd കോളേജിൽ സേവനം ചെയ്യുകയാണ്. അച്ഛൻ്റെ സ്റ്റുഡൻസിന്റെ എണ്ണം നോക്കി കഴിഞ്ഞാൽ നമുക്ക് അത്ര പെട്ടെന്ന് എണ്ണിക്കപ്പെടുത്താൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം 2006 മുതൽ ഇവിടെ പഠിക്കുക തുടങ്ങിയിട്ടുണ്ട്. 5 മുതൽ പഠിക്കുക തുടങ്ങി. 2005 MD കഴിഞ്ഞ് ഇവിടെ പഠിക്കുക തുടങ്ങിയതാണ്. ഇപ്പോൾ 20ാമത്തെ കൊല്ലത്തിലേക്കാണ് പഠിക്കാൻ പോകുന്നത്. 19 കൊല്ലം പൂർത്തിയാക്കാൻ പോകുന്നത്. അപ്പോൾ 19 കൊല്ലത്തിലെ പഠിച്ചു പോയ എത്രയോ സ്റ്റുഡൻസ്, അവർക്കൊക്കെ അത് അനുഗ്രഹമാണ്. കാരണം ഒരു തരത്തിലേക്ക് മറ്റൊരു തരത്തില അവരുടെ ജീവിതം തുറന്നു കൊടുക്കാൻ പറ്റിയ ഒരു പ്രൊഫഷണൽ കോഴ്സ് പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് അനുഗ്രഹമല്ലേ അവർക്കൊക്കെ. ഇവിടേക്ക് പലരും ഇനി അങ്ങനെയുള്ള പ്രൊഫഷനിലേക്ക് കടക്കാൻ പോവുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ മഹാജൂബിലി കുടുംബത്തിന് അച്ഛൻ വലിയൊരു അനുഗ്രഹമായിരുന്നു. ഇനി ഇടവകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അച്ഛനിരുന്ന ഇടവകൾ ഒരുപാടുണ്ട്. ഞാനിവിടെ അതിന്റെ ലിസ്റ്റ് ഒന്നും വായിക്കുന്നില്ല. പക്ഷെ ഒരുപാട് ഇടവകളിൽ അച്ഛൻ സേവനം ചെയ്തു. കൊച്ചനായിട്ട് വികാരിയായിട്ടുണ്ട്. ആ ഇടവകയിലെ ദൈവജനത്തിന് വേണ്ടി ആത്മീയ ശുശ്രൂഷകൾ ചെയ്തുകൊണ്ട് അവർക്ക് അനുഗ്രഹമായി മാറിയതാണ്. ഇങ്ങനെ എല്ലാവർക്കും അനുഗ്രഹമായി മാറിയ ചാക്കോച്ചൻ ജൂബിലി ആഘോഷിക്കുമ്പോൾ ചാക്കോച്ചൻ തിരിഞ്ഞു നോക്കുകയാണ് തന്നിലേക്ക് തന്നെ, താൻ കടന്നത് വഴികളിലേക്ക്. അതാണ് ചാക്കോച്ചൻ തുടക്കത്തിൽ പറഞ്ഞത്, എന്നെ ഞാനാക്കിയത് നിങ്ങളൊക്കെ തന്നെയാണ്. എന്നെ ഞാനാക്കിയത് നിങ്ങളൊക്കെ തന്നെയാണെന്ന് പറയുമ്പോൾ ചാക്കോച്ചൻ ഉദ്ദേശിക്കുന്നത് മറ്റൊന്നുമല്ല, ദൈവത്തിന്റെ കൃപ നിങ്ങളിലൂടെ അദ്ദേഹത്തിന് ലഭിച്ചതുകൊണ്ടാണ് ഇങ്ങനെ പിടിച്ചു നിൽക്കാൻ സാധിച്ചത്. ഞാൻ കഴിഞ്ഞ ഞായറാഴ്ച പള്ളിയിൽ കുർബാനയ്ക്ക് പ്രസംഗം പറഞ്ഞത് മുഴുവൻ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഒരു ദൈവവിളി എന്ന് പറയുന്നത് എന്താ? ഒരു ജനതയുടെ വിലാപത്തിനുള്ള നിലവിളിക്കുള്ള ദൈവത്തിന്റെ മറുപടിയാണ്.
ഒരു ജനതയുടെ നിലവിളിക്കുള്ള ദൈവത്തിന്റെ മറുപടിയാണ് ഒരു ദൈവവിളി എന്ന് പറയുന്നത്. അത് സന്യസ്തരാകാം, സന്യസ്തയാകാം, സമർപ്പിതയാകാം, സമർത്ഥരാകാം, വൈദികരാകാം, ആരായാലും അത് ദൈവത്തിന്റെ ഉത്തരമാണ്. ദൈവത്തെ വിളിച്ചപേക്ഷിക്കുമ്പോൾ, ഞങ്ങളെ രക്ഷിക്കണമെന്ന് പറഞ്ഞ് അപേക്ഷിക്കുമ്പോൾ ദൈവം അവർക്ക് നൽകുന്ന മറുപടിയാണ് ഓരോ ദൈവവിളിയും. ആ ദൈവവിളി കാത്ത് സംരക്ഷിക്കപ്പെടുന്നത് എങ്ങനെയാ? ഞാനും നിങ്ങളുമൊക്കെ അടങ്ങുന്ന സമൂഹം ആ ദൈവവിളി സംരക്ഷിക്കപ്പെടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴാണ്. നിലവിളിച്ച് ദൈവവിളി സ്വീകരിച്ചാൽ മാത്രം പോരാ, നിലവിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട്, കൈകൾ വിരിച്ചു പിടിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ആ ദൈവവിളിയെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം കൂടി നമുക്ക് ഓരോരുത്തർക്കുണ്ട്. അപ്പോൾ 25 വർഷം ചാക്കോച്ചൻ പൂർത്തിയാക്കി എന്ന് പറഞ്ഞാൽ കുടുംബം ഒന്നാമതായിട്ട് നിൽക്കുന്നു. മറ്റ് അദ്ദേഹം പ്രവർത്തിച്ച മേഖലകളിലെല്ലാം ഉള്ളവര് ചാക്കോച്ചനെ ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് ചാക്കോച്ചൻ 25 വർഷം പൂർത്തിയാക്കുന്നത്. അപ്പോൾ തീർച്ചയായും ചാക്കോച്ചൻ നന്ദിയോടെ പറഞ്ഞത് അതാണ്, ഞാൻ ഇന്നിങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം നിങ്ങൾ ഓരോരുത്തരുമാണെന്ന്. സ്നേഹമുള്ളവരെ, ഇതൊക്കെയാണെങ്കിലും ഇതിന് മറ്റൊരു അടിസ്ഥാനമുണ്ട്. അതിന് മറ്റൊരു അടിസ്ഥാനമുണ്ട്. ആ അടിസ്ഥാനമാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചു കേട്ടത്. ഈശോ തന്റെ ശിഷ്യന്മാരെ വിളിക്കുക, അപ്പസ്തലന്മാരെ വിളിക്കുക. ആ മരുഭൂമിയിലേക്ക് കയറി പ്രാർത്ഥിച്ചു. അതിനുശേഷം എന്ത് ചെയ്തു? അവൻ തനിക്ക് ഇഷ്ടപ്പെട്ടവരെ തന്റെ അടുത്തേക്ക് വിളിച്ചു. തനിക്ക് ഇഷ്ടപ്പെട്ടവരെ തന്റെ അടുത്തേക്ക് വിളിച്ചു. ഈശോയ്ക്ക് മറ്റുള്ളവർക്ക് ഇഷ്ടമില്ലായിരുന്നു എന്ന് പറയാൻ പറ്റുന്നതുകൊണ്ട് അങ്ങനെ പറയാൻ പറ്റില്ല. പക്ഷേ പ്രത്യേക ദൗത്യം ഏൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത്. അതിന് അവിടുന്ന് പ്രത്യേകമായി ചിലരെ വിളിക്കുക, തനിക്ക് ഇഷ്ടപ്പെട്ടവരെ തന്റെ പക്കലേക്ക് വിളിക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാ? ഒന്നാമത്തെ കാര്യം അവിടുത്തോടു കൂടെ ആയിരിക്കാൻ, തന്നോടൊപ്പം ആയിരിക്കാൻ വേണ്ടി വിളിച്ചു. ചാക്കോച്ചൻ ഇന്ന് 25 വർഷം പൂർത്തിയാക്കുന്ന ഈ സന്തോഷ മുഹൂർത്തത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ അടിസ്ഥാനം ഈശോയുടെ കൂടെ ആയിരുന്നു എന്നുള്ളതാ. ഈശോയുടെ കൂടെ ആയിരിക്കാത്ത ഒരു മനുഷ്യനും, അതല്ലേ കർത്താവ് പറഞ്ഞത്, ഒരിക്കലും സമ്പത്തിനെയും മാമോനെയും ഒരുമിച്ച് സേവിക്കാൻ ആർക്കും സാധിക്കില്ല. അപ്പോൾ ഈശോയുടെ കൂടെ ആയിരുന്നു എന്നത് കൊണ്ടാണ് ചാക്കോച്ചൻ എന്ന വ്യക്തി ഇപ്പോഴും വൈദികനായിട്ട് ഈ ആൾക്കാരിൽ നിന്ന് ബലിയർപ്പിക്കുന്നത്. രണ്ടാമത്തെ കാര്യം എന്താ? സുവിശേഷം പ്രസംഗിക്കാൻ അയക്കുന്നതിന് വേണ്ടി. നോക്കി 25 വർഷം കൊണ്ട് എത്രമാത്രം സ്ഥലങ്ങളിലും ഇടവകളിലും ജനങ്ങളോടും അച്ഛൻ സുവിശേഷം പ്രസംഗിച്ചിട്ടുണ്ട്. ഈശോയുടെ കൂടെ ആയിരിക്കുമ്പോൾ കിട്ടുന്ന ആ ദൈവിക ജ്ഞാനം അത് മറ്റുള്ളവർക്ക് പങ്കുവെച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോഴാണ് മറ്റുള്ളവർക്ക് അനുഗ്രഹമായി മാറുന്നത്. അല്ലാതെ എനിക്ക് കിട്ടിയ അറിവ്, എനിക്ക് കിട്ടിയ ജ്ഞാനം, എനിക്ക് കിട്ടിയ കൃപ ഞാൻ എന്നിൽ തന്നെ സൂക്ഷിക്കുകയാണെങ്കിൽ അതൊരിക്കലും മറ്റുള്ളവർക്ക് അനുഗ്രഹമായി മാറില്ല. കെട്ടിക്കിടക്കുന്ന എന്തും അവസാനം മോശമായി മാറും. അല്ലെ? നമ്മൾ ഗലീലിയ തടാകത്തെ കുറിച്ച് പറയും, ചാവുകടലിനെ കുറിച്ച് പറയും. രണ്ടിനും പ്രത്യേകതകളുണ്ട്. അതിന് വളരെയധികം പ്രത്യേകതകളുണ്ട്. ഗലീലിയ തടാകം ജോർദാൻ നദി ഒഴുകി വന്ന് ഗലീലിയ തടാകത്തിൽ വന്ന് ചേർന്ന് അത് കടൽ പോലെ കിടക്കുന്ന ഒന്നാണ്. ഇപ്പോൾ അതിന്റെ ആഴം കുറഞ്ഞെങ്കിലും കടലായിട്ട് കിടക്കുന്നതാണ്. അവിടേക്ക് വന്ന് അതിലൊന്ന് കിടന്നൊന്ന് മിക്സായി അത് അപ്പുറത്തേക്ക് വീണ്ടും തുറന്ന് ഒഴുകി പോവുകയാണ്. അതുകൊണ്ട് ഗലീലിയ തടാകം ഏറ്റവും വലിയ ശുദ്ധജല തടാകമായിട്ട് അല്ലെങ്കിൽ കടലായിട്ട് നിൽക്കുന്നു. പക്ഷെ ചാവുകടൽ പ്രത്യേകത, ഈ ജോർദാനിൽ പിന്നെയും പോയി ചെന്ന് ചാവുകടലേ വരും. ചാവുകടലായിട്ട് പിടിച്ചവിടെ വയ്ക്കും, പുറത്തേക്ക് വിടില്ല. അപ്പൊ ഈ ഒഴുകി വരുന്ന മിനറൽസും മറ്റുള്ളതൊക്കെ അതിൽ ഒന്നും അടിഞ്ഞു കൂടുക. അതുകൊണ്ട് വെള്ളത്തിൽ സാന്ദ്രത കൂടുതലാണ്. ആ ചാവുകടല് നമ്മൾ ചെന്ന് ചാടിയാൽ ചാവാൻ വേണ്ടി ചാടിയിട്ടൊന്നും കാര്യമില്ല, അത് പൊങ്ങി കിടക്കുള്ളൂ. നിങ്ങൾ ഇസ്രായേലൊക്കെ പോകാൻ അവസരം കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചാവുകടലേക്ക് കൊണ്ടുപോകും. അത് ചിലപ്പോൾ ഫോട്ടോസ് കിട്ടും, മരം കിടന്ന് വെള്ളത്തിൽ പൊങ്ങി കിടന്ന് പേപ്പ് വായിക്കുന്നതൊക്കെ. നീന്താൻ അറിയാത്ത ഞാൻ പോലും അതിൽ കിടന്നിട്ടുണ്ട്, ഇങ്ങനെ പൊങ്ങി കിടന്നിട്ട്. നീന്താനൊന്നും അറിയില്ല, പക്ഷെ എനിക്ക് പേടിയായിരുന്നു. മുങ്ങി പോകുന്ന പേടി, വെള്ളത്തിൽ കാണുമ്പോൾ നമുക്ക് ഉണ്ടാവില്ല, നീന്താൻ അറിയാത്തൊരു പേടി. ആ പേടി ഉണ്ടെങ്കിൽ എല്ലാവരും കൂടി പിടിച്ചതിനെ പൊക്കി, എന്നിട്ട് വിട്ടപ്പോൾ ഞാൻ പൊങ്ങി വന്നു, അവരെ കിടന്നു. അപ്പോ കെട്ടിക്കിടക്കുന്ന എന്തും അത് കൃപയായാലും അത് നാശമേ ഉണ്ടാക്കുകയുള്ളൂ. നമ്മൾ സ്വീകരിക്കുന്ന കൃപ മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ വരുമ്പോഴാണ് നമ്മിലൂടെ ഈ ചാക്കോച്ചനിലൂടെ ആയാലും മറ്റു വൈദികരുടെ സമർപ്പണത്തിലൂടെ അത്ഭുതങ്ങൾ സംഭവിക്കുക, രോഗശാന്തികളും മറ്റും സംഭവിക്കുക. നമ്മളോടൊന്നും ധ്യാനകേന്ദ്രങ്ങളിൽ വന്ന് സാക്ഷ്യം പറയുന്ന പോലെ വികാരിമാരെ തലകെ വെച്ച് പ്രാർത്ഥിച്ചിട്ട് രോഗം മാറിയെന്നൊന്നും പറഞ്ഞിട്ട് ആരും സാക്ഷ്യമൊന്നും പറയില്ല. പക്ഷേ ഒരുപാട് പേര് അങ്ങനെയുള്ള അനുഗ്രഹങ്ങൾ സ്വീകരിക്കുന്നുണ്ട്. ഞാൻ കൊച്ചത്തിലായിരിക്കുന്ന സമയത്ത് 2ാമത്തെ വർഷം എന്നോട്, ഇന്ന് നമ്മുടെ വലിയൊരു അച്ഛനാണ്, അച്ഛൻ എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. അച്ഛൻ ഈ കരിസ്മാറ്റിക് പ്രസ്ഥാനത്തിലെ പോലെ താല്പര്യമുണ്ടോ? അതെന്ന് ഞാൻ അങ്ങനെ വെച്ച് അവരിങ്ങനെ പറയുന്നുണ്ട്, അത്ഭുതം നടന്നു, രോഗശാന്തി നടന്നു പറയുന്നുണ്ട്. അത് അച്ഛന് എത്രത്തോളം അത് ഉൾക്കൊള്ളാൻ പറ്റുന്നത്?
അപ്പൊ ഒരു നാസ്തികൻ ചോദിക്കുന്ന പോലെ ചോദിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, അങ്ങനെ ഞാൻ അവിശ്വസിക്കേണ്ട കാര്യം എനിക്ക് തോന്നിയില്ല. അച്ഛൻ അങ്ങനെ വല്ലതും തോന്നിയിട്ടുണ്ട്? അച്ഛന് എങ്ങനെ ആരെങ്കിലും വന്നിട്ട് അച്ഛനോട് പറഞ്ഞില്ല? അപ്പൊ അല്ലെങ്കിൽ അച്ഛൻ അങ്ങനെ അനുഭവം വല്ലതും ഉണ്ടായിട്ടുണ്ടോ എന്നുവെച്ചാല് പ്രാർത്ഥിച്ചിട്ട് രോഗം മാറിയോ അല്ലെങ്കിൽ മറ്റു ഏതെങ്കിലും അനുഭവം? അപ്പൊ ഞാൻ ചോദിച്ചപ്പോൾ നമ്മൾ കൊടുക്കാൻ വേണ്ടിയായിട്ടുള്ള ചോദ്യം, സെമിനാരിക്കാർക്കാണെങ്കിലും കൊടുക്കാൻ വേണ്ടിയുള്ള ചോദ്യമാണ്. ഞാൻ അവരോട് പെട്ടെന്ന് എൻ്റെ വായിൽ വന്നൊരു മറുപടി മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. അത് ഇങ്ങനെ പറഞ്ഞു, ഞാൻ പ്രാർത്ഥിച്ചിട്ട് എനിക്ക് അനുഗ്രഹം കിട്ടിയെന്ന് ഞാൻ അവകാശപ്പെടാനൊന്നുമില്ല. പക്ഷേ പ്രാർത്ഥിക്കണം അച്ഛ എന്ന് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിച്ചതിന് ശേഷം അച്ഛ ആ കാര്യം നടന്നു എന്ന് പറഞ്ഞിട്ടുള്ള അനേകം പേരുണ്ട്. സ്റ്റേജിൽ നിന്ന് കയറി സാക്ഷ്യം പറഞ്ഞില്ലെങ്കിലും നമ്മളോട് കുറെ പേരെങ്കിലും ഒന്ന് പറയും, അച്ഛാ അത് കാര്യം നടന്നുട്ടാ, മോളുടെ അഡ്മിഷൻ ശരിയായി, അല്ലെങ്കിൽ ആ രോഗം ഓപ്പറേഷൻ കുഴപ്പമില്ലാതെ തീർന്നു. വലിയ വലിയ കാര്യങ്ങളൊന്നുമല്ല, നമ്മൾ ചെറിയൊരു നിയമം വെച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടാവുള്ളൂ. പക്ഷേ നമ്മളിവിടെ അത്ഭുതം നടക്കും. അതിന് വേണ്ട രണ്ട് കാര്യങ്ങൾ ഈശോയുടെ കൂടെ ആയിരിക്കുക, സുവിശേഷം പ്രസംഗിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ജീവിക്കുമ്പോൾ ഉണ്ടാകുന്ന അനുഭവത്തെ കുറിച്ച് പൗലോസ് പറഞ്ഞത് നമ്മൾ ഇന്നത്തെ ലേഖനത്തിൽ കേട്ടു. അവിടെ പറഞ്ഞില്ല, ഇങ്ങനെയൊക്കെ ആണെങ്കിലും നിങ്ങൾ അതിന് മുൻഭാഗങ്ങൾ വായിച്ചിട്ട് നമ്മൾ നേരെ ആ ഭാഗത്തേക്ക് വന്ന് അതിലേക്ക് വന്നത്. അവിടെ പറയുന്നത് ഇങ്ങനെയൊക്കെ ആണെങ്കിലും എന്താണ് ഈ നിധി, ദൈവവിളി എന്ന് പറയുന്ന നിധി ലഭിച്ചിരിക്കുന്നത് എവിടെയാ? മൺപാത്രങ്ങളാണ്. എപ്പോ വേണമെങ്കിൽ വീണ് പൊട്ടാം, അല്ലെ? നമ്മുടെ കുടുംബങ്ങളൊക്കെ പണ്ടൊരു കാലമാണ് മൺചട്ടിയും മൺകലൊക്കെ ഉപയോഗിച്ചിരുന്ന കാലം. ഇടയ്ക്കിടയ്ക്ക് അമ്മ ആ ചട്ടി പൊട്ടിയിട്ടാ വേറെ വാങ്ങിക്കുക, അല്ലെങ്കിൽ നിയമിക്കാൻ പറ്റില്ല, അല്ലെ? പിന്നെ അലുമിനിയം ഇറ്റാലിയം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വന്നപ്പോഴാണ് അതിനൊരു അറുതി വന്നത്. പക്ഷെ മൺചട്ടി എന്ന് പറയുന്ന പ്രത്യേകത അത് എപ്പോ വേണമെങ്കിൽ വീണ് പൊട്ടാം. ദൈവവിളി എന്ന് പറയുന്നത് അങ്ങനത്തെയാണ്. ഞാനായാലും ചാക്കോച്ചനായാലും സിസ്റ്റേഴ്സോട് ഇരിക്കുന്നവരായാലും ഒക്കെ ദൈവവിളി എന്ന് പറയുന്നത് എപ്പോ വേണമെങ്കിലും വീണ് പൊട്ടാവുന്ന ഒന്നാണ്. പക്ഷേ പൗലോസ് അതിനോട് ചേർത്ത് പറയുന്ന മറ്റൊരു കാര്യമുണ്ട്, പക്ഷെ ഞങ്ങളൊന്നും ഭഗ്നാശനല്ല. കാരണം എന്താ? ഞങ്ങൾ പ്രഹരിക്കപ്പെടുന്നെങ്കിലും നശിപ്പിക്കപ്പെടുന്നില്ല, ഞങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നെങ്കിലും വധിക്കപ്പെടുന്നില്ല. ഇങ്ങനെ തങ്ങൾക്ക് വിപരീത അനുഭവങ്ങൾ ധാരാളം ഉണ്ടാകുന്നുണ്ടെങ്കിലും ഞങ്ങൾ ദൈവവിളിയിൽ ഉറച്ചു നിൽക്കുന്നുള്ളതാണ്. ഇന്ന് ചാക്കോച്ചന് സധൈര്യം പറയാൻ പറ്റുന്ന ഒരു കാര്യമാണത്. ജീവിതത്തിൽ ഒരുപാട് തിക്താനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും, ഒരുപാട് വേദനിപ്പിക്കുന്ന മുറിപ്പെടുത്തുന്ന അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും. പക്ഷേ ഇന്നും കർത്താവ് കാത്തു സംരക്ഷിക്കുന്നു. കാരണം അവനോട് വിശ്വസ്തനായിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്കാണ്. അല്ലാതെ ഒരിക്കലും ഇങ്ങനെ സംഭവിക്കില്ല. നമ്മൾ എത്രയോ പേരെ കാണുന്നു ദൈവം ഉപേക്ഷിച്ചു പോകുന്നവരെ, പല പല പ്രശ്നങ്ങളിൽപ്പെട്ട് വേണ്ട എന്ന് വെച്ച് പോകുന്നവരൊക്കെ. പക്ഷേ പ്രതിസന്ധികളല്ല നമ്മുടെ ദൈവത്തെ നിശ്ചയിക്കുന്നത്. പ്രതിസന്ധികളിൽ നാം എങ്ങനെ അതിനോട് പ്രതികരിക്കുന്നു എന്നുള്ളതാണ്. ആ പ്രതിസന്ധികളെ സധൈര്യം കർത്താവിനെ ആശ്രയിച്ചുകൊണ്ട് അതിനെ നേരിട്ടപ്പോൾ ഈ 25 വർഷം പൂർത്തിയാക്കാൻ ചാക്കോച്ചന് സാധിച്ചു. സ്നേഹമുള്ളവരെ, ജൂബിലി എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവമായി മാറുന്നത്. തിരുപ്പട്ടം സ്വീകരിക്കാനുള്ള ഒരുക്കത്തേക്കാൾ എത്രയോ കഠിനമായിട്ടുള്ള പ്രയത്നം ഉണ്ടെങ്കിലേ ഈ സ്വീകരിച്ച തിരുപ്പട്ടത്തെ വീണ്ടും പറയാതെ കാത്തു സൂക്ഷിക്കാൻ പറ്റുള്ളൂ എന്നുള്ളത് നിങ്ങൾക്ക് പലപ്പോഴും തിരിച്ചറിയാൻ പറ്റില്ല. ആ ജീവിതം നയിക്കുന്ന ഞങ്ങൾ കടന്നു പോകുന്ന പ്രതിസന്ധികളും പ്രശ്നങ്ങളും വെല്ലുവിളികളും ഒക്കെ അത്രമാത്രമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ജൂബിലിയിൽ നമ്മൾ ചാക്കോച്ചനെ അഭിനന്ദിക്കണം. കാരണം മറ്റൊന്നുമല്ല, ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തോട് കൂടെ ആയിരുന്നു അവിടെ നിന്ന് പഠിച്ച് അവിടുത്തെ പങ്കുവെച്ചു കൊടുത്ത് ഈ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ചാക്കോച്ചന് സാധിച്ചു. ദൈവത്തിന്റെ കൃപയാണ്. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, ഭഗ്നാശരല്ല ഞങ്ങൾ. ഇത്രയും പൊട്ടുന്ന പളങ്കുപാത്രത്തിൽ തന്നിട്ടുണ്ടെങ്കിലും അതിനെ പൊട്ടാതെ കാത്തു സൂക്ഷിക്കുന്നത് ഞങ്ങളുടെ ആരുടെയും കഴിവല്ല. പൗലോസ് അതിനെ പറയുന്നത് ഇതൊന്നും ഞങ്ങളുടെ കഴിവല്ല, മറിച്ച് കർത്താവ് താങ്ങുന്നത് കൊണ്ടാണ്. പൗലോസ് അതുകൊണ്ട് ഫിലിപ്പിയരോട് പറയുന്നത് 4-ാം അധ്യായത്തിൽ 13-ാം വാക്യത്തില് അവിടെ പറയുന്നത് എന്താ പറയുന്നത്? എന്നെ ശക്തരാക്കുന്നവരോടെ എനിക്ക് എല്ലാം ചെയ്യാൻ സാധിക്കും. അതെ, ചാക്കോച്ചന് ഞാൻ സാക്ഷ്യമാണ്. ഞാൻ അങ്ങനെ പറയുമ്പോൾ എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. കാരണം മറ്റൊന്നല്ല, ഞങ്ങൾ സെമിനാറിൽ ഒരുമിച്ചുണ്ടായവരാ. എൻ്റെ ജസ്റ്റ് സീനിയറാണ് ചാക്കോച്ചൻ. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം, ഞാൻ ചാക്കോച്ചന്റെ ഓരോ നേട്ടങ്ങളെ കുറിച്ച് വാട്സപ്പിൽ, ഞാൻ കുറെ കാലം പുറത്തായിരുന്നുകൊണ്ട് ഞാൻ അങ്ങനെ ഇവിടെ ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, സെമിനാരായിരിക്കും ചാക്കോച്ചൻ അങ്ങനെ വലിയ റാങ്ക് ഓർഡറായിട്ട് പഠിക്കാനൊന്നും ശ്രമിച്ചിരുന്ന ഒരാളല്ല. സരസമായിട്ട് തമാശകൾ പറഞ്ഞ് എല്ലാവരോടും ചിരിച്ചു കളിച്ച്, നിങ്ങൾ ചാക്കോച്ചന്റെ ശരിക്കും പറഞ്ഞുള്ള ചിരിച്ചു കളിക്കുന്ന ചാക്കോച്ചൻ നിങ്ങൾ അധികം കണ്ടിട്ടുണ്ടാവില്ല. ശരിക്കും പറഞ്ഞാൽ ചാക്കോച്ചൻ പറയുന്ന ഒരു വലിയ തമാശ ഇന്നും അച്ഛന്മാരുടെ ഇടയ്ക്കുള്ള ഹിറ്റായിട്ട് നിൽക്കുന്ന, ഇപ്പോഴും ചാക്കോച്ചനുടെ ചിലപ്പോഴേക്കും ഓർക്കുന്ന ഒരു തമാശയുണ്ട്, നീന്തി നീന്തി വയർത്തു, അല്ലെ? വെള്ളത്തില്
നീന്തി വയർക്കുന്നു. വെള്ളത്തിൽ കിടക്കുന്ന ആളുണ്ട്, വെള്ളത്തിൽ പുറത്ത് കയറിയെന്ന് പറയുന്നത് കുഴപ്പമില്ല, ആ വെള്ളത്തിന് തല മാത്രം നോക്കിയിട്ട് പറയും നീന്തി വയർത്തി നിർത്താറുണ്ട്. അതാണ് അങ്ങനെ ഇഷ്ടംപോലെ ഉണ്ട്. ഒരു കാലത്ത് ഞങ്ങളൊക്കെ പട്ടണത്തിൽ വന്ന സമയത്ത്, ചാക്കത്തിന് പട്ടണത്തിൽ കഴിഞ്ഞുള്ള ആ തുടക്കത്തിലുള്ള കാലത്ത് അച്ഛന്മാർ മീറ്റിംഗിലേക്ക് കൊച്ചന്മാരും ഒരുമാതിരി അത്ര സീനിയർ ആവാത്ത അച്ഛന്മാർ ഇടിച്ചു കയറി വരും. അതിന് കാരണം ചാക്കോച്ചനും നന്ദികരച്ചനാണ്. ഇവർ രണ്ടുപേരും ഇങ്ങനെ വിറ്റുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും, രണ്ടുപേരും ഇറക്കിക്കൊണ്ടിരിക്കും. അങ്ങനത്തെ മുഖങ്ങൾ കണ്ടിട്ടില്ലേ അധികം. കാരണം ഉത്തരവാദിത്തങ്ങളുടെ ഒരു ഭാരം എപ്പോഴും നമ്മുടെ സ്വഭാവത്തിൽ മാറ്റി മറിക്കും. അത് തീർച്ചയായിട്ടും എല്ലാവർക്കും ഉണ്ടാവുന്നതാണ്. അപ്പോൾ അത്രയും സരസമായിട്ട് പെരുമാറുന്ന ഒരാളാണ് ചാക്കോച്ചൻ. അപ്പൊ ഞാൻ ചിന്തിക്കും, ചാക്കോച്ചൻ ആ ഡിഗ്രി എടുത്തു, ഈ ഡിഗ്രി എടുത്തു, PhD വരെ എത്തി. ഇതൊക്കെ കാണുമ്പോൾ ഞാൻ ചിന്തിക്കും, ചാക്കോച്ചൻ ഇങ്ങനെ ഒരു മുഖം ഉണ്ടെന്നുള്ളത് ഞങ്ങൾ കണ്ടിട്ടില്ലോ എന്ന് ഞങ്ങൾ പലപ്പോഴും പറയാറുണ്ട്. തീർച്ചയായിട്ടും ചാക്കോച്ചൻ എന്ന് പറയുന്ന വ്യക്തി സ്വീകരിച്ച അനുഗ്രഹങ്ങളുടെ ഒരു മറ്റൊരു സാക്ഷ്യമാണ് അദ്ദേഹത്തിന്റെ ഈ അക്കാഡമിക് ലെവലിലുള്ള പെർഫോമൻസ് എന്ന് പറയുന്നത്. അത് ഞാനിപ്പോഴും ഓർക്ക സെമിനാരിയും മൈസൂരിലും പഠിപ്പിക്കുന്ന ഒരു കാർഡ് സിസ്റ്റം ഉണ്ട്. ഇന്നും ആ കാർഡ് സിസ്റ്റം കാണുന്നതിന് ചാക്കോച്ചൻ എടുത്ത് തന്നാൽ മതി. ഞാനൊക്കെ അത് പണ്ട് ഉപേക്ഷിച്ചു. കാരണം അത് നമ്മളൊക്കെ അത്ര സ്റ്റൂഡീസ് ആയിട്ട് പോയിരുന്ന ആളുകളില്ലാത്തതുകൊണ്ട് അതൊക്കെ ഉപേക്ഷിച്ചു. ചാക്കോച്ചൻ ഇന്നും വായിക്കുന്ന കാര്യങ്ങൾ കാർഡ് സിസ്റ്റത്തിലാക്കിയിട്ട് സൂക്ഷിക്കും. എന്തിനെ കുറിച്ച് ചാക്കോച്ചൻ്റെ കയ്യിൽ ഉണ്ടാവുന്നത്, വായിച്ച പുസ്തകങ്ങളുടെ, പഠിച്ച കാര്യങ്ങളുടെ എല്ലാം പഴയ നോട്ടുകൾ വരെ ചാക്കോച്ചൻ്റെ കയ്യിൽ കൃത്യമായിട്ട് ഇരിക്കുന്നു. അപ്പോൾ അത് കാണിക്കുന്നത് ദൈവത്തിന്റെ കൃപ തന്നെയാണ്. അപ്പൊ തീർച്ചയായിട്ടും ചാക്കോച്ചനെ അഭിമാനിക്കാം. ചാക്കോച്ചനെ ഈ പൗരോഹിത്യത്തിലേക്ക് പറഞ്ഞു വിട്ട ചാക്കോച്ചന്റെ അമ്മച്ചി ഇവിടെ ഇരിക്കുന്നുണ്ട്, സ്വർഗത്തിൽ അപ്പച്ചനെ സന്തോഷിക്കുന്നു. സഹോദരങ്ങളിവിടെ ഇരിക്കുന്നുണ്ട്, ഒരാള് സ്വർഗത്തിലുണ്ട്. ഇവർക്കൊക്കെ സന്തോഷിക്കാം. കാരണം ഞങ്ങൾ പറഞ്ഞു വിട്ടത് ആർക്കും വേണ്ടാത്തതിനെയല്ല, മറിച്ച് എല്ലാവർക്കും വേണ്ടപ്പെട്ടവരെയാണ്. ആർക്കും വേണ്ടാത്ത ഒരാളെ വിട്ടതല്ല, മറിച്ച് ഞങ്ങളുടെയൊക്കെ ചങ്കിന്റെ ചങ്കായ ആളെയാണ് ഞങ്ങൾ കർത്താവിനെ സമർപ്പിച്ചത്. ഏസാവ് സമർപ്പിച്ച പോലെയല്ല, മറിച്ച് ഏസാവല്ല കായൻ സമർപ്പിച്ച പോലെയല്ല, മറിച്ച് ആബേൽ സമർപ്പിച്ചതുപോലെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ചാക്കോച്ചന്റെ കുടുംബത്തിൽ സന്തോഷിക്കാം. ഇങ്ങനെ വിശുദ്ധമായ അല്ലെങ്കിൽ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തിയുടെ സാമീപ്യം നമുക്കൊക്കെ അനുഗ്രഹമാണ് എന്നുള്ള കാര്യത്തിൽ നമുക്കും അഭിമാനിക്കാം. ഈ ദിവസം നല്ല ദിവസം ചാക്കോച്ചന് ഈ ജൂബിലിയുടെ ആശംസകൾ ഏറ്റവും സ്നേഹത്തോടെ നേർന്നുകൊണ്ട് നിർത്തുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ടവരെ, നല്ലൊരു വചന സന്ദേശം നല്ലൊരു വാക്കാണ്. ഞാൻ ഓരോ വാക്കുകളിലൂടെ ഞാൻ എൻ്റെ പഴയ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുകയായിരുന്നു. എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ട്, മുഴുവൻ കാര്യങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് വളരെ മനോഹരമായ ഒരു സന്ദേശം നൽകിയതിന് എന്ന് മറ്റൊരു നന്ദിയോടുകൂടി ഞാൻ ഓർക്കുന്നതായിരിക്കും. നല്ലൊരു ഇന്നത്തെ കുർബാന തുടക്കത്തിൽ അക്ഷയ സിസ്റ്റാന്ന് തോന്നുന്നു ഇൻട്രൊഡക്ഷൻ പറഞ്ഞതിലും എല്ലാ കാര്യങ്ങളും സന്തോഷത്തോടും ഉത്സവത്തോടും കൂടി നിന്ന് കർത്താവേ ഞങ്ങളുടെ കരുണയുണ്ടാകണമേ എന്ന് അപേക്ഷിക്കുക. ദരിദ്രരുടെ സുവിശേഷം പ്രസംഗിക്കപ്പെടുന്ന എന്നാലും വിഷയമായി സുവിശേഷ ഭാവിയും കൊത്തയുദ്ധം ജീവിച്ചുകൊണ്ട് ഈ സത്യത്തിൽ സാക്ഷികളാകുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ പിതാവായ മാതാമസ്ലിഹായുടെ മാതൃകയനുസരിച്ച് സത്യവിശ്വാസത്തിന് വേണ്ടി മരിക്കുവാൻ സന്നദ്ധരായ അനേകം പ്രേക്ഷകരെ സഭയ്ക്ക് നൽകണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. വിശുദ്ധ കൂദാശകളുടെ പരിശുദ്ധാത്മാവാൽ ഞങ്ങൾ പൗത്രീകരിക്കുകയും ദൈവിക ജീവൻ നൽകുകയും ചെയ്യുന്ന കർത്താവേ, പൗദാശിക ജീവിതത്തിലൂടെ വിശുദ്ധിയിൽ വളരുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. പീഡനങ്ങളിലും ക്ലേശങ്ങളിലും സേവന്മാർക്ക് പ്രത്യാശയും ധൈര്യവും പ്രദാനം ചെയ്യാൻ പരിശുദ്ധാത്മാവ് നൽകിയ കർത്താവേ, ജീവിത ക്ലേശങ്ങളുടെ മധ്യേ വസിക്കുന്ന ഞങ്ങൾക്ക് പ്രത്യാശയും ധൈര്യവും നൽകി ഞങ്ങളെ നൽകണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ജീവിതത്തിന്റെ വിവിധ രംഗങ്ങളിൽ ജോലി ചെയ്യുന്ന സ്നേഹത്തിന്റെയും സേവനത്തിന്റെയും പ്രേക്ഷിതരായി ലോകമെങ്ങും പ്രശോഭിക്കുവാൻ സഹായിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. വിശ്വാസയും സഭ മുഴുവനെയും തലവനായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർ ഫ്രാൻസിസ് പാപ്പായെയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മേദ്രാസ് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ മെത്രാപ്പോലിത്തായെയും ഞങ്ങളുടെ അധ്യക്ഷനായ മാർ ആൻഡ്രൂസ് മെത്രാപ്പോലിത്തായെയും
മറ്റെല്ലാ മെത്രാന്മാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവായ മിശിഹായേ, നിന്റെ കൃപയാൽ ഞങ്ങളെ എല്ലാവരെയും രക്ഷിക്കുകയും നിന്റെ ശാന്തിയും സമാധാനവും ഞങ്ങളിൽ വർദ്ധിപ്പിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നമുക്കെല്ലാവർക്കും നാം ഓരോരുത്തരെയും പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും സമർപ്പിക്കാം. പരിശുദ്ധാത്മാവിനാൽ പൂരിതരായ സ്നേഹന്മാരെ സുവിശേഷം പ്രസംഗിക്കുവാൻ നിയോഗിച്ച കർത്താവിനായി നിന്നെ അനുഭവിച്ചറിയുവാൻ രക്ഷയുടെ സുവിശേഷ ലോകമെന്നും പ്രഘോഷിക്കുവാൻ ഞങ്ങൾ അനുഗ്രഹിക്കണമേ. എല്ലാ മനുഷ്യരും നിന്റെ രക്ഷകനെ ഏറ്റുപറഞ്ഞ് മഹത്വപ്പെടുത്തിയിടയാക്കണമേ. സകലത്തിന്റെയും നാഥായ നീക്കും നാഥനായ ദൈവം നിന്റെ കൃപാസമുദ്രത്തിൽ കടങ്ങളുടെയും പാപങ്ങളുടെയും കട കഴുകി കളയട്ടെ. ദിവ്യരുഹാക്യം സ്തുതിയെന്നും ദൈവാംബികയെയും മാർയോസേപ്പിനെയും സാദരമൂർത്തിയിലാം പവനവീവനിയിൽ സമാധാനം നമ്മോടുകൂടി പാത്രീസ്മാരും മെത്രാബിഷന്മാരും മെത്രാപോലിത്തമാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രിപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയാചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുകയും വിശ്വാസ സ്നേഹികളും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടു പോയ എല്ലാവരെയും അനുസ്മരിക്കുന്നു. വിശ്വാസികളുടെ ഈ ബലി നമുക്ക് സാധ്യത രക്ഷിക്കും. കർത്താവേ, ആശീർവദിക്കണമേ. എന്റെ സഹോദരരെ, ഈ കുർബാന എന്റെ കരങ്ങൾ വഴി പൂർത്തിയാകാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ദൈവമേ, ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ വിശുദ്ധന്റെ ശരീരരക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യനിരേകത്തായി യോഗ്യരാക്കി. അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടെ ഉറച്ച വിശ്വാസത്തോടെ കൂടെ പരികർമ്മം ചെയ്യാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോട് കൂടി. സഹോദരി, വിശാല സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം നൽകി. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധയോടും കൂടി കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആഗ്രഹപൂർവ്വം നിന്ന് ഇവിടെ രക്ഷപ്പെടുന്നവരെ സൂക്ഷിച്ച് വീക്ഷിക്കുകയും
ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ കൂദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തന്റെ മാധ്യസ്ഥം വഴി സമാധാനം സമൃദ്ധമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി വിശുദ്ധരായ ഏകാഗ്രതയോടും ഭക്തിയോടും കൂടി നിങ്ങളുടെ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുകയും സമാധാനം നമ്മളുടെ കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഹാതൻ സഹവാസവും ഈ നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ, ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. കർത്താവായ ദൈവമേ, ഈ സ്വർഗീയ ഗണങ്ങളോട് കൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകുലവുമായി ദാസരവിടുത്തെ നാമൊരുമിച്ചുകൂടി ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകമായ രഹസ്യം തിരുസന്നിധിയിൽ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. തണയിപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ചെയ്തത് നിങ്ങൾ എന്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, നന്ദി പ്രകാശിപ്പിക്കാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയത്. നിന്റെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അത് വധിച്ചുപോയി ഞങ്ങളെ സമുദ്ധരിക്കുകയും വൃദ്ധരായി ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ച് ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ശത്രുക്കളെ പരാജിതരാക്കി ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വമണിയിച്ചു. നീ ഞങ്ങൾക്ക് നൽകിയ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു. എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.
ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുകയും സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമിലെ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടിയും സഭയുടെ തലവനും പിതാവുമായ റാഫേൽ ശ്രേഷ്ഠ മെത്രാപ്പോലീത്തയ്ക്ക് വേണ്ടിയും അതിരൂപതാധ്യക്ഷൻ ആംബ്രോസ് പിതാവിനും ജേക്കബ് തോണി പിതാക്കന്മാർക്കും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവനും പുരോഹിതന്മാർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ, സമർപ്പിതർ, അൽമായ പരിശുദ്ധർ, വിശുദ്ധാനാമാർ എന്നിവർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. പ്രവാചകന്മാരുടെ, സ്ത്രീകന്മാരുടെ, രക്തസാക്ഷികളുടെയും മന്ദകളുടെയും ബഹുമാനത്തിനും അങ്ങയുടെ സന്നിധി പ്രതിജനകമായ വിധം വർദ്ധിച്ച നീതിമാന്മാർ വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്കും വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. ദരിദ്രരും പേരുദ്രോഹികളാകുലരുമായ എല്ലാവർക്കും ഞങ്ങളുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയെല്ലാ മരിച്ചവർക്കും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശയോടെ കാത്തിരിക്കുന്ന ഈ ദൈവജനത്തിന് വേണ്ടിയും എനിക്ക് ജന്മം നൽകിയ പരിശുദ്ധന് വേണ്ടിയും ഇപ്പോൾ ഈ കൃപയായിരിക്കും നമ്മൾക്ക് വേണ്ടിയും ഞാനിവിടെ ആയിരിക്കുമ്പോൾ ഇത്രയും വർഷങ്ങളിലൂടെ ഒത്തിരി വ്യക്തികൾ അനുഗ്രഹം നൽകിയ അവർക്ക് വേണ്ടിയും അവരുടെ എല്ലാ പ്രാർത്ഥനകൾക്കും വലിയ സപ്പോർട്ട് ഹൃദയം അയോഗ്യനായിരിക്കു വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അങ്ങ് നൽകിയ നിർമ്മലും വിശുദ്ധവുമായ ബലിപീഠത്തിൽ നിറഞ്ഞിട്ട് അഭിഷിക്കുകയും ശരീര രക്തങ്ങൾ അർപ്പിക്കുന്ന ജീവിതകാലം മുഴുവൻ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ യേശുവെന്നും ഭൂവാസികൾ എല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ മിശിഹാവെന്ന് ജീവദായകമായ സുവിശേഷം വഴി വിശുദ്ധ മാമോദീസായുടെ ജീവവും ജീവദായടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്ക സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും വേണ്ടിയുള്ള നൈർമല്യവും വിശുദ്ധിയും ഞങ്ങളെ പഠിപ്പിച്ചു എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവേ, ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ശൂന്യശിഹായുടെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉത്ഥാനത്തിന്റെയും മഹനീയവുമായ ഭക്തിയനകവും പരിശുദ്ധവും ജീവദാനവുമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവിടെ വരട്ടെ. നിന്റെ ദാസരുടെ കുർബാനയിൽ അവിടെ താമസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പൂർത്തിക്കും പാപങ്ങളുടെ മോചനത്തിനും മനുഷ്യരുടെ ഉയർത്തിലുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തി എല്ലാവരുടെ ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിന് കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാവഹവുമായ രക്ഷാ പദ്ധതിയെ കുറിച്ച് അങ്ങേ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയെ സന്തോഷത്തോടെ പ്രത്യാശയോടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. സജീവവും പരിശുദ്ധവും ജീവനായ അങ്ങയുടെ നാമത്തിൽ എപ്പോഴും എന്നേക്കും അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധനോട് ദയ തോന്നണമേ. അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ കർത്താവായ ദൈവമേ. ഞങ്ങൾ എല്ലാവരും അയോഗ്യരാകുന്നു. ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നെങ്കിലും സുദീർഘവും പരിശുദ്ധവും ജീവദായ ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവീശോ മിശിഹായേ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിറങ്ങിയതും ലോകത്തിന് മുഴുവനും ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ആരാധന
പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരിലും ഉണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷയുടെ അമൂല്യമായ ശരീരത്തിന്റെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്താദരങ്ങളോടെ സമീപിക്കാം. അനുതാപത്തിൽ നിന്നുള്ളവാകുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെ കുറിച്ച് പശ്ചാത്തപിച്ച് സഹോദരന്റെ തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സ്ഥലത്തിനെയും നാഥനായത്തോടെ കൃപയും പാപമോചനം യാചിക്കുകയും ചെയ്യാം. ഭിന്നതകളും കലഹങ്ങളും എടുത്ത് നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കാം. ശത്രുതരും വിദ്വേഷത്തിൽ നമ്മുടെ ആത്മാക്കളെ മുക്തമാക്കാം. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പൗത്രീകരിക്കുകയും ചെയ്യാം. യോജിപ്പോടും ഐക്യത്തോടുകൂടി ദിവസങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളെ രക്ഷിക്കും കാരണമാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടി. കർത്താവായ ദൈവമേ, കാമിനിക്കുറവ് ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടെ അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്നവദരും നിഷ്കളങ്കരുമായി ഞാൻ കഴിക്കുവാൻ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് അങ്ങയെ വിളിച്ച് പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, കർത്താവേ, ശക്തനായ സർവേശ്വര, നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾക്ക് അപേക്ഷിക്കും. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുത്, ദുഷ്ടാരൂപിള്ളവന്റെ സൈന്യങ്ങൾ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാപ്തിയും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടി. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിലെ ഉള്ളതാകുന്നു. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകടിപ്പിക്കുകയും നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവീശോ മിശിഹായുടെ കൃപാവരം എല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. സഹോദരി സ്വർഗരാജ്യത്തിന്റെ വിശ്വാസത്തെ ദൈവത്തിന്റെ ശരീരം സ്വീകരിക്കാൻ അവിടുത്തെ രക്തം പാനം ചെയ്യാനും സർവ്വം ക്ഷണിക്കുന്നു. മിശിഹായുടെ ശരീരവും രക്തവും നിത്യജീവനെ നൽകുന്നു.